രാവിലെ മുഹമ്മദ് റിയാസ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി ഏതു സാഹചര്യത്തിലും ഈ മിഷൻ അബോർട്ട് ചെയ്യരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. രാജ്യത്ത് ഇനി എവിടെ നിന്നാണെങ്കിലും ഏറ്റവും മികച്ച രക്ഷാസംഘത്തെ രക്ഷാദൗത്യത്തെ നമുക്കിതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഉപയോഗപ്പെടുത്തണം എന്നതാണ് കേരള സർക്കാരിൻ്റെ ആവശ്യമായി കർണാടക സർക്കാരിന് കത്ത് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ വിജിന് ലഭ്യമാണോ? അപ്പം ഇന്നലെ ഒരു പക്ഷേ ഇന്നോടുകൂടി ഈ രക്ഷാദൗത്യത്തിന് ഏകദേശം ഇത് തൽക്കാലം അബോർട്ട് ചെയ്യേണ്ടി വരുമെന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കത്തുകൂടി കിട്ടിയതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം ഇങ്ങനെ നീട്ടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അത് ശരിയാണോ വിജിൻ? തീർച്ചയായും ആ നിലയിൽ വളരെ സജീവമായി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നേവിയുടെ ഉദ്യോഗസ്ഥർക്ക് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് കർണാടക മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ അയക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് ജില്ലാ ഭരണകൂടവുമായി ഉൾപ്പെടെ നടന്ന യോഗത്തിൽ നേവിയുടെ സാധ്യതകൾ എവിടെയാണോ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റിയാസ് മിനിസ്റ്ററും അതുപോലെ തന്നെ ശശീന്ദ്രൻ മിനിസ്റ്ററും ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളും അഭ്യർത്ഥിച്ചത്. സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള ഒരു കോർഡിനേഷൻ പ്രവർത്തനം വേണം എന്ന് തന്നെയാണ്. ഇവിടെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് പാൻറ്റൂൺ. ആ പാൻറ്റൂണുമായി ബന്ധപ്പെട്ട ഫ്ലോട്ടിംഗ് സംവിധാനം ഒരുക്കുന്നതാണ്. പക്ഷേ രണ്ട് ചർച്ചകൾ ഇവിടെ നടക്കുന്നെങ്കിൽ പോലും ഇപ്പോൾ രാവിലെ മന്ത്രി തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ഇന്ന് രാജസ്ഥാനിൽ അതിൻ്റെ വിദഗ്ധർ ഇന്ന് രാത്രിയോട് എത്തും എന്നുള്ളതാണ് ജില്ലാ കലക്ടർ നമ്മളെ അറിയിച്ചത്. രണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഫ്ലോട്ടിംഗ് സംവിധാനത്തിൻ്റെ പ്രശ്നമല്ല. അതെ അതെ അതിൻ്റെ രാജസ്ഥാനിൽ നിന്ന് അതിൻ്റെ വിദഗ്ധർ വരുന്നുണ്ട്, ഇന്ന് രാത്രിയോടുകൂടി എത്തും എന്നാണ് കലക്ടർ അറിയിച്ചത്. ഇന്ന് രാവിലെ എത്തും എന്നാണ് അറിയിച്ചത്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ന് രാത്രിയോടുകൂടി എത്തും. നാളെ മുതൽ അവരും പ്രവർത്തനത്തിൽ ഉണ്ടാകും എന്നാണ് ജില്ലാ കലക്ടർ ഇപ്പോൾ വൈകുന്നേരം അവിടെ നിന്ന് പോയി നോക്കിയപ്പോഴേ ഞാൻ പോയതിനു ശേഷവും ഇപ്പോൾ നമ്മൾ ഒരുപാട് വിദഗ്ധരുമായി സംസാരിച്ചു. ഡിഫൻസിൻ്റെ PRO ഇന്ദ്രബാലൻ ഒരുപാട് ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഉള്ളിൽ പോയി അർജുൻ അവിടെ ഉണ്ടോ എന്ന് തിരയൽ ദുഷ്കരമാണ് എന്നാണ്. ഇപ്പോൾ വിജിൻ പറഞ്ഞനുസരിച്ച് നമ്മൾക്ക് സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ടി വരും ഇതിൽ ഒഴുക്കൊന്ന് കുറയാൻ. അപ്പോൾ ഒരു 6-7 നോട്ട്സിൽ ഇങ്ങനെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഉണ്ടോ എന്ന് പോലും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ക്യാബിൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ക്യാബിൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ ക്യാബിൻ്റെ ഡോർ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഡോർ അടഞ്ഞു കിടക്കുകയാണോ നോക്കണം. അടഞ്ഞു കിടക്കുന്ന ഡോർ വലിച്ചു തുറക്കണം. അത് നേരത്തെ ഇന്ദ്രപാലം പറഞ്ഞതുപോലെ ഏറെക്കുറെ സിനിമയിൽ മാത്രം നമുക്ക് ഗ്രാഫിക്സ് ഇട്ട് കാണിക്കാമെന്നല്ലാതെ മനുഷ്യസാധ്യമായ കാര്യമല്ല, നിയർ ടു ഇമ്പോസിബിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാധ്യത മാത്രമേ ഉള്ളൂ. ഈ ലോറി അവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുക്കണം. പൊക്കിയെടുക്കാതെ അർജുൻ അതിനകത്തുണ്ടോ എന്ന് അറിയാൻ കഴിയില്ല. ഇത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ശരിയല്ലേ വിജിൻ? ഇവിടെ ഏതായാലും നമ്മൾ പ്രതീക്ഷയിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അർജുനിലേക്ക് എത്താൻ ഇപ്പോൾ ഇവിടുന്ന് അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് തന്നെ സൂചിപ്പിച്ചു. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി, അർജുനോടൊപ്പമല്ലാതെ ഒരു നാട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെ എനിക്ക് എത്താൻ പറ്റില്ല. ആ ഒരു പ്രതീക്ഷയും ആ ഒരു ആശങ്കയും ഒക്കെ തന്നെയാണ് നമ്മളെയും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചേർത്ത് നിൽക്കുന്നത്. നാളെയും ശക്തമായി ഏത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യമുണ്ട്, ശക്തമായ ഒഴുക്കിൻ്റെ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആ സാധ്യതയിലേക്ക് എത്തുക എന്ന് തന്നെയാണ് നമ്മളെല്ലാം കാണുന്നത്. അത് ഇവിടുത്തെ ഓരോ മാധ്യമപ്രവർത്തകരായാലും അങ്ങുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടെ വന്ന് ഇതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത്, ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ മലയാളിയും, കോടാനുകോടി വരുന്ന മലയാളികളും അർജുന് ആ ഒരു ട്രക്ക് നമുക്ക് തിരിച്ചെടുക്കുക, അർജുന് എന്ത് സംഭവിച്ചുവെന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഏതായാലും നാളെയും ശക്തിപ്പെടുത്തി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്.